അമേരിക്കയിൽ കലിയടങ്ങാതെ തുള്ളുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ. അതിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതായുള്ള CNN റിപ്പോർട്ടിൽ ജാഗ്രതാ നിർദ്ദേശം അമേരിക്ക നൽകി. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ്വേറ്റ് ഗ്രേറ്റ് പോയിന്റ് മേഖലയിൽ നിന്നും കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും പെയ്യുക. വെള്ളപ്പൊക്കം വരുത്തി വെക്കാൻ പോകുന്ന വൻ ദുരന്തമായിരിക്കുമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കുമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസികളുടെ മുന്നറിയിപ്പ്. പക്ഷേ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രമേ അമേരിക്കയെ വെറുതെ വിടാൻ പ്രകൃതി തയ്യാറല്ല. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലിനും ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ പറയുന്നു. അതിൽ ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റുകളും ഉൾപ്പെടും. കൊടുങ്കാറ്റ് മിഡ്വേയിലേക്കും ഗ്രേറ്റ് പോയിന്റുകളിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നവർ ഏറ്റവും മോശമായ കാലാവസ്ഥ നേരിടേണ്ടി വരും. പല പ്രദേശങ്ങളും ഇതിനകം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. അതിനാൽ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതരായി ഇരിക്കാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയ കേന്ദ്രങ്ങളും വളണ്ടിയർമാരും സജ്ജമാണെന്ന് അമേരിക്കൻ റെഡ് ക്രോസ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഫെഡറൽ ഏജൻസി മാനേജ്മെന്റ് ഏജൻസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാണ്. കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തെ തന്നെയായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടായത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന ശക്തമായ കൊടുങ്കാറ്റും മാരകമായ ചുഴലിക്കാറ്റും മൂലം വെള്ളക്കെട്ടിലാൽ തെക്കൻ മിഡ്വേറ്റ് ഭാഗങ്ങളിലെ ശനിയാഴ്ച വീണ്ടും പേമാരിയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉണ്ടായി. ചില സ്ഥലങ്ങളിൽ നദികളിൽ ദിവസങ്ങളോളം ജലനിരപ്പ് ഉയരുമെന്നും മുന്നറിയിപ്പ് നൽകി. മധ്യ US ദിവസം തോറും കനത്ത മഴ പെയ്യുകയാണ്. ഇത് ജലപാതകൾ വേഗത്തിൽ നിറയുകയും ടെക്സസ് മുതൽ ഒഹായോ വരെ നിരവധി വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ വലിയ വെള്ളപ്പൊക്ക ഘട്ടത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. റോഡുകൾ, പാലങ്ങൾ മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വ്യാപകമായി വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് 16 കാലാവസ്ഥാ അനുബന്ധ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടെന്നസിയിൽ 10 മരണങ്ങളും ഉൾപ്പെടുന്നു. ശനിയാഴ്ച നെൽസൺ കൗണ്ടറിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങി വാഹനത്തിനുള്ളിൽ 74 വയസ്സുള്ള ഒരു വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്തിയതായും അധികൃതർ പറഞ്ഞു. ശനിയാഴ്ച ആർക്കാൻസാസിലെ ലിറ്റിൽ റോക്കിലുള്ള ഒരു വീട്ടിൽ 5 വയസ്സുള്ള ഒരു കുട്ടി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ മരിച്ചുവെന്നും പോലീസ് പറഞ്ഞു. വിശദാംശങ്ങൾ ഒന്നും നൽകിയിട്ടില്ല. ഇത്രയും ദുരന്തങ്ങൾ നിലനിൽക്കെ കേരളത്തിലും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതേ തുടർന്ന് നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴയിൽ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ചാത്തമംഗലത്ത് വീട്ടമ്മ മിന്നലേറ്റു മരിച്ചു. ഇടുക്കിയിൽ കനത്ത മഴയിൽ കല്ലും മണ്ണും ദേഹത്ത് വീണ് തമിഴ്നാട് സ്വദേശി മരിച്ചു. മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിന്നലേറ്റു. ഇന്ന് 6 ജില്ലകളിലും നാളെ 4 ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട്. കൊച്ചിയിലും പത്തനംതിട്ടയിലും വിവിധ ഇടങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിലും ATMിലും വെള്ളം കയറി. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, നാളെ തിരുവനന്തപുരം, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.